നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ഇന്ന് പള്ളിവേട്ട നടക്കുന്നുണ്ട്. ആദ്യം തന്നെ എത്തിയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള വരിയിലാണ് നിന്നത്. പ്രസാദക്കഞ്ഞി വളരെ പ്രസിദ്ധമാണ്. പ്രസാദക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് വരിയിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ക്യൂ ക്ലോസ് ചെയ്തു. 12:15 ക്യൂ ക്ലോസ് ചെയ്തതാണ്. ഞാൻ എത്തുമ്പോൾ 12:30 ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. കിട്ടുമോ എന്നറിയില്ല, വേണമെങ്കിൽ നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല. എല്ലാവരും ക്യൂ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ സാമർത്ഥ്യം കാണിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പതിവിന് വിപരീതമായിട്ട് നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ. പിന്നെ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും നല്ല തിക്കും തിരക്കുണ്ടായിരിക്കും. പക്ഷേ ഉത്സവം പ്രമാണിച്ച് തിരക്ക് കുറച്ചും കൂടിയും കൂടുതലാണ്. ഇവിടെ കിഴക്കേ നടയിൽ ഒരു TV സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലെ പഴുക്കമണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് അമ്പലത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പല വ്യക്തികൾക്കും അമ്പലത്തിനകത്തേക്ക് കടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് വളരെ ഒരു സൗകര്യമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, ക്യൂ കോംപ്ലക്സിൻ്റെ ഉള്ളിലും, അതായത് നമ്മൾ വരികിൽ നിന്ന് അമ്പലത്തിനകത്തേക്ക് കയറുന്നൊരു ക്യൂ സംവിധാനമില്ലേ, അതിൻ്റെ ഉള്ളിലും വലിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് പള്ളിവേട്ട കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വൈകുന്നേരം എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ, അതായത് ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ മറ്റേ ഭക്തജനങ്ങൾ ഓരോ പക്ഷിമൃഗാദികളുടെയും വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് അവിടെ കിഴക്കേ നടപ്പുരയിൽ വരും. അപ്പോൾ നമ്മുടെ ഭഗവാൻ പള്ളിവേട്ടയ്ക്കായിട്ട് ഒരു പെണ്ണാനപ്പുറത്ത് എഴുന്നള്ളി വരികയും ചെയ്യും. അങ്ങനെ എല്ലാ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയ ആൾക്കാരും കൂടിയിട്ട് നേരെ അമ്പലത്തിനകത്തേക്ക് പോകുകയും ചെയ്യും. ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ലൊരു രസമാണ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല തിക്കും തിരക്കുണ്ടായിരിക്കും കേട്ടോ. കുറച്ച് നേരത്തേക്ക് നമുക്ക് തിക്കും തിരക്കൊന്ന് സഹിക്കാം. ഉത്സവം പ്രമാണിച്ച് ഗുരുവായൂർ ചുറ്റുവട്ടത്തുള്ള എല്ലാ കടക്കാരും അവരുടെ കടകളുടെ മുന്നിൽ കൃഷ്ണ വിഗ്രഹം വെച്ചിട്ട് ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കിഴക്കേ നടപ്പുരയിൽ കുറേ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടല്ലോ, ആ കടകളിലെ അവിടുത്തെ കാഴ്ചകളാണ്. എല്ലാ കടകളും നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ദീപങ്ങളൊക്കെ കൊളുത്തി വെച്ചിട്ട് ഇങ്ങനെ കോലങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ അവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാമോ? കാരണം അത്യാവശ്യം കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട്. അവിടെ ഒരുവിധം എല്ലാ കടകളിലും കൃഷ്ണ വിഗ്രഹം വിൽക്കുന്ന കടകൾ കൂടിയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കൊന്ന് പറയാം. കാരണം പലതരത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ ഗുരുവായൂർ കിഴക്കേ നടപ്പുരയിലോ അല്ലെങ്കിൽ പടിഞ്ഞാറ് നടപ്പുരയിലോ ആ ഒരു കടകളിൽ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. ഒരു നല്ല രസമല്ലേ? എപ്പോഴും നമുക്ക് ഭഗവാനെ കാണുകയും ചെയ്യാം, ആ ഒരു സ്ഥലത്ത് എപ്പോഴും പ്രസൻ്റായിട്ട് നിൽക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പോകുന്നു വരുന്നു, അത് മാത്രമല്ല വിശേഷ ദിവസങ്ങളിൽ പോകുന്നു വരുന്നു. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ജോലി നടക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവും, ഇഷ്ടപ്പെട്ട സ്ഥലത്ത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കടകളുടെ മുന്നിൽ മാത്രമല്ല, ഇതേപോലെ ഒരു നിശ്ചല ദൃശ്യം പോലെ അങ്ങനെ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഏകാദശിനേക്കാളും കൂടുതൽ എല്ലാവരും ആഘോഷിക്കുന്നത് ഗുരുവായൂരത്തെ ഉത്സവം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. ഏകദേശിക്ക് ഞാനിങ്ങനെ കണ്ടിട്ടില്ല, ചെറുതായിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇത്രയ്ക്ക് അധികം കണ്ടിട്ടില്ല. എന്തായാലും നമുക്കെന്താ കണ്ട് തീരുന്നില്ല. വീഡിയോ എടുത്തും മതിയാവുന്നില്ല. അത്യാവശ്യം ഉണ്ട് കേട്ടോ. എല്ലാ കടക്കാർ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ വിഗ്രഹമാണെങ്കിലും വലിയ വിഗ്രഹമാണെങ്കിലും നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഈ കടക്കാർ മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഓരോ ജംഗ്ഷനിൽ പോവുകയാണെങ്കിൽ ആ ജംഗ്ഷനിൽ ഇപ്പോൾ ഓട്ടോ തൊഴിലാളികളുടെ ഒരു ജംഗ്ഷനാണെങ്കിൽ അവർ, ഇപ്പോൾ ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ അവിടെയാണെങ്കിൽ അവിടെ, ഏതൊരാൾക്കാരാണെങ്കിലും അവർ ഗംഭീരമായിട്ട് ഇങ്ങനെ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ ഒരു പ്രവർത്തനമാണ്. ഇപ്രാവശ്യം അങ്ങനെ സെക്യൂരിറ്റിക്കാർ അധികം അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം അധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പത്തെ കൊല്ലങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ സെക്യൂരിറ്റിക്കാരുടെ പെരുമാറുണ്ടായിരുന്നു. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഈ വെള്ള ഷർട്ടും കാക്കി പാൻറ്റും അല്ല, പിങ്ക് കളറ് ഷോൾ ഇട്ടിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റിമാരുണ്ട്. അവരൊക്കെ വന്നിട്ട് നമ്മളതിനെ ഉന്തുക, ദേഹത്ത് തല്ലുക, പിടിച്ച് എന്താ പറയുക, വേദനിപ്പിക്കുന്ന രീതിയിൽ ഉന്തി മാറ്റുക, അങ്ങനെയൊക്കെ കുറേ പ്രവൃത്തികളൊക്കെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഒരു സെക്യൂരിറ്റീനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു മീശയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ. ഭയങ്കര എന്തൊക്കെയോ അവർ ഭയങ്കര മോശമായിട്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു. ഇപ്പോൾ ആൾ എവിടെയാണോ എന്നറിയില്ല. ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഇതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നില്ലെന്ന്. പക്ഷേ അന്നത്തേക്കാളും കൂടുതൽ ജനങ്ങൾ വന്നിട്ടുള്ള ഒരു പൂരമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞത്. പക്ഷേ ഇതിനൊന്നും എന്നിട്ട് അധികം ഉന്താതെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും തന്നെ സെക്യൂരിറ്റിക്കാർ അവരുടെ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ പരാതികൾ വന്ന കാരണമായിരിക്കാം തോന്നുന്നു. കാരണം ഇനി പരാതികൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും മൊബൈല് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. അമ്പലത്തിനകത്ത് മാത്രമാണ് നമുക്ക് ക്യാമറ പ്രവേശിക്കാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ട് കിടക്കുന്നതാണല്ലോ. ഏതൊരാളും അപ്പോൾ തന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. സെക്യൂരിറ്റിക്കാരെ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ ആ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള അമ്മമാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നോട് ദേഷ്യം തോന്നരുത് പറയുന്നതുകൊണ്ട്. അത്യാവശ്യം അമ്മമാർ വന്നിട്ട് ഒരു മയമില്ലാതെ നമ്മളതിനെ പിടിച്ച് ഉന്ത മാറ്റി. അവർക്ക് പെട്ടെന്ന് ഗുരുവായൂരപ്പനെ കാണണം, അതുകൊണ്ട് അവർ നമ്മളതിനെ ഉന്തി മാറ്റി പോകുന്നു. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, ആ ആൾ അവരെ പോലെ തന്നെ മനുഷ്യനാണ്, അല്ലെങ്കിൽ അവരുടെ മകനെ പോലെ തന്നെ ഒരു മകനാണ് എന്ന് നോക്ക്. അങ്ങനെയൊന്നുമല്ല, പിടിച്ച് ഉന്തി മാറ്റി എന്നിട്ട് അവർക്ക് പെട്ടെന്ന് പോകണം. സാമർത്ഥ്യം കാണിച്ചിട്ട് പോവുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അത് മറ്റൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്, അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഒരു പ്രവൃത്തിയാണുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ഇങ്ങനെ വെട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? അത് വെറുതെ വെട്ടുന്നൊന്നുമല്ല. എൻ്റെ ദേഹത്ത് മറ്റുള്ള വ്യക്തികൾ വന്നിട്ട് ഇടിക്കുമ്പോൾ ക്യാമറ ഇളകുന്നതാണ്. നല്ലൊരു തിക്കും തിരക്കുണ്ടായിരുന്നു. ഈ ആനകൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കാർ മാറ്റുന്നുണ്ട്. അവിടുന്ന് വേറെ ഭക്തജനങ്ങൾ തിക്കി തിരക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഞാനൊരു സെൽഫി സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഭഗവാൻ എഴുന്നള്ളി വരുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും അവിടെ പറ വെച്ച് സ്വീകരിക്കുന്നുണ്ട്. നിലവിളക്കൊക്കെ കൊളുത്തി പറയൊക്കെ വെച്ചിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുറേ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ പറ വയ്ക്കുന്നുണ്ട്. ചേന, നാളികേരം, കുമ്പളങ്ങ, കൂടുതലായിട്ട് നെല്ലാണ്. പിന്നെ നാണയപ്പറ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവില്, മലര്, അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളും വെച്ചിട്ട് പറ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശർക്കരപ്പറ ഉണ്ട്, ഉണ്ണിയപ്പം വെച്ചിട്ടുള്ള പറ ഉണ്ട്, ലഡ്ഡു വെച്ചിട്ടുള്ള പറ ഉണ്ട്. ഈ പറ വെച്ച് ഭഗവാൻ പോയതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം അവിടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യും. അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പം ഉള്ള ഒരു പറ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പറ അടക്കുന്ന ആൾക്കാർ കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് വാരിയിരുന്നത്. എനിക്കൊന്നും കിട്ടിയില്ല. അതേപോലെ തന്നെ ലഡ്ഡു ഉള്ള ഒരു പറ ഉണ്ടായിരുന്നു. കുറേ നേരം ആൾ കൈയിട്ട് ഇങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്തു കൊടുത്തു. ഞാനും കുറേ നേരം കൈ നീട്ടി എനിക്കൊന്ന് തരുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നേരം നിന്നു. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് കിട്ടാത്ത സാധനങ്ങൾ എന്താണെന്നറിയാം. ഉച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഉത്സവക്കഞ്ഞി കിട്ടിയില്ല, ലഡ്ഡു കിട്ടിയില്ല, ഉണ്ണിയപ്പം കിട്ടിയില്ല, മയിൽപ്പീലി കിട്ടിയില്ല. ഈ പള്ളിവേട്ടൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അവിടെ അമ്പലത്തിൻ്റെ പിന്നിൽ പടിഞ്ഞാറ് നടയിൽ മയിൽപ്പീലികൾ വിതരണം ചെയ്യുന്നുണ്ട്. മയിൽപ്പീലി വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നല്ല തല്ലായിരുന്നു. എനിക്കൊന്നുപോലും കിട്ടിയില്ല. ചില ആൾക്കാർ 8-10 മയിൽപ്പീലികളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തല്ലുകൂടിയിട്ട് പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് ചില ആൾക്കാർ കൊണ്ടുപോയിരുന്നത്.
എഴുന്നള്ളിപ്പ് ഏകദേശം കഴിയാറായ ഒരു സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ കലാരൂപങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും കലാരൂപങ്ങൾ കാണാൻ വേണ്ടി നിന്നു. ശരിക്കും പറഞ്ഞ് എഴുന്നള്ളിപ്പ് പകുതി വരെ എത്തിയിട്ട് ഞാൻ കലാരൂപങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കിഴക്കേ നടയിൽ അവിടെ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, കിഴക്കേ നടപ്പുരയിൽ ആ ഒരു കല്യാണ മണ്ഡപമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കയറി നിൽക്കുന്ന സ്ഥലം, അവിടെയൊക്കെ വന്ന് നിന്നാണ്. അപ്പോഴാണ് ഒരു കോഴി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ കോഴീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓരോ കലാരൂപങ്ങളായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കറുത്ത കളറിൽ ഒരു സംഭവം നിൽക്കുന്നുണ്ടോ, അതെന്താണത്? കാക്കയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പരുന്ത് വരുന്നു. ഇവിടെ ദേവസ്വം എംപ്ലോയീസിൻ്റെ ആരോഗ്യ വിഭാഗം ആ ഒരു ടീമിനെ തോന്നുന്നു. പരുന്തിനെ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ മഞ്ജുളാലിൻ്റെ ഇടയിൽ ഒരു പരുന്തിരിക്കുന്നില്ല, അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിക്കും തിരക്കുണ്ട്, നല്ല ഉഷ്ണമുണ്ട്. രാത്രിയാണ് പക്ഷെ നല്ല ഉഷ്ണം, നന്നായി വേർത്ത് കുളിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ആൾക്കാർ തിങ്ങി നിൽക്കുന്നതല്ലേ, നല്ല ഉഷ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ ബഹളം ചെറിയ ബഹളമൊന്നുമില്ല, വലിയ ബഹളമാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഇവിടെ ഏതൊരു ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ വഴിപാടായിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കലാരൂപങ്ങളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ തോന്നുന്നു. ആദ്യം അവിടെ രജിസ്റ്റർ ചെയ്യണം തോന്നുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പേപ്പറിൽ സീലടിച്ചിട്ടൊക്കെ തരും. അത് നമ്മുടെ ആ ഒരു കുപ്പായത്തിൻ്റെ മീത്തൊക്കെ കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളേനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അത് കൊണ്ടുപോകുമ്പോൾ ആരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ അങ്ങനെ യാതൊന്നും പാടില്ല കേട്ടോ. കാരണം വെച്ചാൽ അത് ഇല്ലാത്ത അവരുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം 5 പേർക്ക് മാത്രമാണ് ഒരു കലാരൂപത്തിൻ്റെ ഒപ്പം അങ്ങോട്ട് കിടക്കാൻ സാധിക്കുക. ഒരു ചിമ്പാൻസി അല്ലേ ഈ പോകുന്നത്. ഇനി അടുത്ത് കടന്നു വരാൻ പോകുന്നത് ഒരു ദിനോസറാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുക. നിങ്ങൾ ഇനി അടുത്ത തവണ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിയിട്ട് വരണേ. അതുപോലെ തന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൂടി ഒന്ന് പങ്കെടുപ്പിക്കുക. ശരിക്കും പള്ളിവേട്ട എന്ന് പറയുമ്പോൾ ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് പോകുന്നതാണ്. അതായത് കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മറ്റേ ദുഷ്ടമൃഗമായ കാട്ടുപന്നീനെ അമ്പെയ്ത് ഇടുന്നു. അതോട് കൂടിയിട്ടാണ് പള്ളിവേട്ട അവസാനിക്കുന്നത്. ഈ കാട്ടുപന്നീനെ കൊണ്ടുവരുന്നത് നമ്മുടെ ദേവസ്വമാണ്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ്. എല്ലാ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയ കലാകാരന്മാരും അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി പോയതിന് ശേഷമാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആ ഒരു കാട്ടുപന്നി വേഷം കെട്ടിയ ആ ഒരു കലാകാരൻ അങ്ങോട്ട് കയറി പോകുന്നത്. അതിന് ശേഷമാണ് കാട്ടുപന്നീനെ അമ്പെയ്യുന്നത്, ഭഗവാൻ അമ്പെയ്യുന്നത്. അത് അമ്പലത്തിൻ്റെ അകത്ത് കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തുള്ള ആ ഒരു പരിപാടികളൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് നടത്തുന്നത്. ഇതിപ്പോൾ ആ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കിഴക്കുന്നട, അവിടെ നിന്ന് മാറി അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഞാൻ വന്നു നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇനി വേറെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അതായത് ഗുരുവായൂരപ്പൻ ഒരു പിടിയാനപ്പുറത്ത്, ദേവി എന്ന് പറഞ്ഞിട്ടുള്ള പിടിയാനപ്പുറത്ത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളി വരുന്നതും, അതിനുശേഷം എല്ലാ കലാകാരന്മാരും, ഈ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയ എല്ലാ കലാകാരന്മാരും അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്നതും, അവസാനം ദുഷ്ടമൃഗമായ കാട്ടുപന്നി വേഷം കെട്ടിയ കലാകാരണം അമ്പലത്തിനകത്തേക്ക് പോകുന്നതും, അതിനുശേഷം ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയ്ക്കായിട്ട് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഞാൻ എൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ വരുമ്പോൾ തന്നെ സെൽഫി സ്റ്റിക്ക് ഒന്നുമില്ല, കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉയരം കുറവായതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇക്കൊല്ലം വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സെൽഫി സ്റ്റിക്ക് വേണം എന്ന് ഞാൻ എന്താ പറയുക ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെ 2 ദിവസം മുന്നേ എനിക്കൊരു സെൽഫി സ്റ്റിക്ക് മേടിക്കാനൊക്കെ ഭാഗ്യം കിട്ടി. അത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് വീഡിയോ എടുക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം ഉയരത്തിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു ജർക്കിങ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് പിന്നിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ ചെറിയൊരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷേക്ക് വേറെ, പിന്നെ ഇതിൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു ഷേക്ക് ഉണ്ട്, അത് വേറെ. എന്തായാലും മനോഹരമായിട്ട് അങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണാം.
ഇത് ശരിക്കും സെൽഫി സ്റ്റിക്കിൽ നമ്മൾ മൊബൈലൊക്കെ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന വീഡിയോ നമുക്ക് ശരിക്കും കാണില്ല. നമുക്കൊരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് നന്നായിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇവിടെ പള്ളിവേട്ടയ്ക്കായിട്ട് ഭഗവാന്റെ എഴുന്നള്ളത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി പിടിയാനപ്പുറത്ത് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുക. ഈ കാഴ്ചകളെല്ലാം നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ശബ്ദത്തിൽ തന്നെ ഒന്ന് കേട്ടാലോ. പ്ലാസ്റ്റിക് പീസുകൾ, വർണ്ണക്കടലാസുകൾ എന്നിവ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല എന്നുള്ളതും എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊടുത്തു. വലിയ രൂപങ്ങൾ 3 പ്രദക്ഷിണത്തിന് ശേഷം കിഴക്കേ ഗോപുരം വഴി പുറത്തേക്ക് പോകേണ്ടതാണ് എന്നുള്ളതും എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊടുത്തു. വലിയ രൂപങ്ങൾ പള്ളിവേട്ട തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെണ്ട കൊട്ടും. അതിനുശേഷമാണ് എല്ലാ പക്ഷിമൃഗാദികളും അമ്പലത്തിനകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. വേഷക്കെട്ടുവരുന്നവർ ക്ഷേത്ര സുരക്ഷയുടെ ഭാഗമായുള്ള എല്ലാ ക്രമീകരണങ്ങളും നിബന്ധനകളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും അറിയിച്ചുകൊള്ളുന്നു. വേഷക്കെട്ടുവരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര സുരക്ഷയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങളോടും നിബന്ധനകളോടും നിർദ്ദേശങ്ങളോടും കൃത്യമായി പാലിക്കണമെന്ന് എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു.
അങ്ങനെ എല്ലാ മൃഗങ്ങളും അമ്പലത്തിനകത്തേക്ക് കയറി. ആനയും കയറി. ഇനി പള്ളിവേട്ടം നടക്കുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ഞാനൊക്കെ മൊബൈലൊക്കെ ഉള്ള കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ഒരു ആശ്രയമുള്ളത് അമ്പലത്തിൻ്റെ മുന്നിലുള്ള ഒരു സ്ക്രീനുണ്ട്, ഡിജിറ്റൽ സ്ക്രീൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്ന ആ ഒരു പള്ളിവേട്ടയുടെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാതിലൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികളും മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണാം. ഭഗവാൻ ആനപ്പുറത്ത് ഓടിപ്പോകുന്നതും കാണാം. ചില നേരത്ത് പതുക്കെ നടന്നു പോകുന്നതായിരിക്കും, ചില പേർക്ക് സ്പീഡിൽ ഓടുന്നതായിരിക്കും. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പെണ്ണാനേനെ ആണ് ഉപയോഗിക്കുന്നത്. അതെന്താ വെച്ചാൽ ആനകൾ പല സ്ഥലത്തും ഓടിയിട്ട് നിൽക്കേണ്ടതും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആനയ്ക്ക് ഫുള്ളായിട്ട് ചങ്ങലിടാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെണ്ണാനേനെ ഇവിടെ പള്ളിവേട്ടയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അത്യാവശ്യം തിക്കും തിരക്കൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ ചില നേരത്തെ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് ആദ്യത്തെ 3 പ്രദക്ഷിണം കഴിയുമ്പോൾ വലിയ രൂപങ്ങളെല്ലാം കിഴക്കേ നടവഴി പുറത്തേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 പ്രദക്ഷിണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ രൂപങ്ങൾ, അതായത് ആ കോഴിയുടെ, അതേപോലെ തന്നെ ആ പരുന്തിൻ്റെ, കാളയുടെ, അതേപോലുള്ള വലിയ വലിയ രൂപങ്ങൾ കിഴക്കേ നടപ്പുര വഴി പുറത്തേക്ക് വരും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റിംഗ് ആണ്. ഇനി കുറച്ച് കഴിഞ്ഞ് കിഴക്കേ ഭാഗത്തേക്കൊന്ന് പോകണം. അവിടെ നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ, പടിഞ്ഞാറൻ നടയിലും കിഴക്കേ നടയിലും. അത് മാത്രമല്ല പായസം വയ്ക്കുന്ന അവിടെ ചെറിയൊരു വാതിലുണ്ട്, അവിടെയും ചെറിയൊരു തിക്കും തിരക്കുണ്ട്. അവിടെയും വാതിൽ തുറന്നിട്ട് ഭക്തജനങ്ങൾക്ക് കാണാനുള്ളൊരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു സൗകര്യം തന്നെയായിരുന്നു. പക്ഷികളിലൊക്കെ പിന്നാലെ വേട്ടയ്ക്ക് പോകുന്ന ഭഗവാനെ നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. കണ്ടോ? പടിഞ്ഞാറൻ നടയിൽ നിന്ന് ഒരു പ്രാവശ്യം ഭഗവാനെ കണ്ടതിന് ശേഷം പിന്നീട് കിഴക്കേ നടയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നല്ല അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിജിറ്റൽ സ്ക്രീനിൽ നമുക്ക് എന്താണ് അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലും ഈ പാട്ടുപാടലും എല്ലാം കാണുന്നുണ്ട്. ഇനി 3 പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വലിയ കലാരൂപങ്ങൾ പുറത്തേക്ക് വരുന്നത് നോക്കിയിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 3 പ്രദക്ഷിണം കഴിയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ തന്നെ കലാരൂപങ്ങളെല്ലാം ഓരോന്നായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ആഹ്ലാദ പ്രകടനം അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഒരു കൃഷ്ണനെ. അവിടെ എല്ലാവരുടെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യുന്നുണ്ട് ട്ടോ. മയിൽപീലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടി കൂടുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പിടിയാനയാണ്. ഈ ആനയുടെ പുറത്താണ് ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ആന പുറത്ത് തന്നെയാണ് തോന്നുന്നു. എന്തായാലും കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതേപോലെ ഒരു പിടിയാന തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി അടുത്ത വരും കാലങ്ങളിലെല്ലാം ഈ ആനയ്ക്കും ഇവിടെ പങ്കെടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സർവ്വ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ തരട്ടെ.